പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലാവും. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? ലിസ്റ്റും പറയുന്ന എല്ലാ വിവരമില്ലായ്മയ്ക്കും ഞാൻ മറുപടി പറയണമെന്നില്ലല്ലോ. പിന്നെ നിങ്ങളെല്ലാവരും ഇത്രയും പേര് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അതും വാർത്താ ചാനലുകളാണ്. അപ്പോൾ അതിന് എനിക്കതിനൊരു ഉത്തരവാദിത്വം ഉണ്ട് അതിന് പറയുക എന്നുള്ളത്. ഇപ്പം ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പർദ്ദ ധരിച്ചു പോയത്. പക്ഷെ അത് എല്ലാ ദിവസവും അതിട്ടുകൊണ്ട് പോകണമെന്നില്ലല്ലോ. ഞാൻ അന്ന് അവിടെ അന്ന് അസോസിയേഷനിലെ ഭാരവാഹികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പർദ്ദ ധരിച്ചു പോയി. ശരിയാണ്, അതെൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചു. രണ്ടാമത് പോകുമ്പോൾ അവിടെ ഭരണാധികാരികളുണ്ട്, അവിടെ മീഡിയക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ പർദ്ദ ധരിച്ച് നടക്കണമെന്നാണോ ലിസ്റ്റിന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചതാണ്. എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിട്ടും എന്നെ പുറത്താക്കുമെന്ന് ഭരണാധികാരി അടക്കം പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ അന്ന് പർദ്ദ ധരിച്ചു പോയത്.